അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി സ്വയം സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് നവ്യ. ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ നിന്റെ അരികിലുണ്ടായിരുന്നിട്ടും നീ അതെന്താ അഭി കാണാത്തെ? അതൊക്കെ ശരിയാക്കാനുള്ള മരുന്ന് ഞാൻ നിനക്കിപ്പോൾ തരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് നവ്യ ബാഗ് തുറന്ന് ആ മരുന്നെടുക്കുവാണ്. ഞാൻ നിനക്ക് തരുന്നത് ഒരു സാധാരണ പൊടിയൊന്നുമല്ല. ഈ പൊടി ഭർത്താവിന് പാലിൽ കലർത്തി കൊടുത്താലേ അടുത്ത നിമിഷം തന്നെ അവൻ നിന്നെ തേടി വന്നോളും. നീ പേടിക്കാതെ ധൈര്യമായിട്ട് കൊടുത്തോ. അങ്ങനെ വൈദ്യൻ പറഞ്ഞത് ഓർമ്മിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് നവ്യ. ഈ വൈദ്യര് പറഞ്ഞതുപോലെ ഈ പൊടി നിനക്ക് ഞാൻ പാലിൽ കലർത്തി തരുവാണ് അഭി. അതിനുശേഷം എല്ലാം നല്ലതായി നടന്നോളും. പിന്നെ ഈ ഭൂമിയിലെ നീയും ഞാനും മാത്രമായിരിക്കും ഉണ്ടാവുക, വേറെ ആരുടെയും ശല്യം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ നവ്യ ആ പൊടി എടുത്തോണ്ട് കിച്ചണിലേക്ക് പോവുകയാണ്. നവ്യ ഹാളിലൂടെ പോകുമ്പോൾ ആദർശ് ടയേർഡായി ഇരിക്കുന്നത് കാണുന്നുണ്ട്. ആദർശേട്ടന് ഓഫീസിൽ ഇരുന്നാലും ടെൻഷൻ തന്നെ, വീട്ടിലേക്ക് വന്നാലും ടെൻഷൻ. നന്നായി ഫുഡ് പോലും കഴിക്കാതെയാ ഇവിടെ വന്നിരിക്കുന്നേ. ഒന്നും മിണ്ടാതെ പോയി ആദർശേട്ടന് പാല് കാച്ചി കൊടുക്കാം. അങ്ങനെ മനസ്സിൽ പറഞ്ഞ നയന അടുക്കളയിലേക്ക് പോവുകയാണ്. കിച്ചണിൽ എത്തിയപ്പോൾ നവ്യ അഭിക്കു വേണ്ടി പാല് കാച്ചുന്നത് നയന കാണുന്നുണ്ട്. എന്താ ചേച്ചി കിച്ചണിലൊക്കെ വന്ന് ജോലി ചെയ്യുവാണോ? അങ്ങനെ നയന ചോദിക്കുമ്പോൾ അതെന്താടി, എനിക്കിവിടെ വരാൻ പാടില്ലേ? കിച്ചണിലേക്ക് നിനക്ക് മാത്രമേ വരാൻ പാടുള്ളൂന്ന് വല്ല നിയമമുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് നവ്യ. അയ്യോ ചേച്ചി, എന്തു പറഞ്ഞാലും എന്തിനാ തെറ്റായി എടുക്കുന്നത്? കിച്ചണിൽ വന്ന് ചേച്ചി ജോലിയൊന്നും ചെയ്യാറില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അങ്ങനെ നയന പറയുമ്പോൾ ഞാനേ അഭിക്ക് പാല് കാച്ചി കൊടുക്കാൻ വേണ്ടിയാ ഇവിടേക്ക് വന്നത് എന്ന് മറുപടി കൊടുക്കുവാണ്. എന്നാ ചേച്ചി കാച്ചിക്കോ. അങ്ങനെ പറഞ്ഞ നയന മറ്റൊരു പാത്രം എടുത്ത് ആദർശിനുള്ള പാല് അതിൽ കാച്ചുവാണ്. നയനെ കാണാതെ നവ്യ കയ്യിലുള്ള പൊടിയെടുത്ത് പാലിൽ ചേർക്കുന്നുണ്ട്. ആ സമയം നവ്യക്ക് ഒരു കോൾ വരികയും പാലവിടെ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ട് നവ്യ പോവുകയാണ്. പിന്നീട് വേലക്കാരി കിച്ചണിലേക്ക് വന്നപ്പോൾ നയന അവരെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ആദർശേട്ടന് ഈ പാല് കൊടുക്കണം. ഞാൻ കൊടുത്താലേ ആദർശേട്ടൻ അത് കുടിക്കാതെ അവിടെ വച്ചിട്ട് പോവും. അത് കൊടുത്തു വിട്ടത് അമ്മയാണെന്ന് പറഞ്ഞ് ചേച്ചി ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കോ? അങ്ങനെ നയന ചോദിക്കുവാണ്. ശരി മോളെ, പാലവിടെ വച്ചേക്ക്, ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞ് വേലക്കാരി അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കേട്ട് നയന പാല് ഗ്ലാസ്സിലാക്കി നവ്യ വച്ചിരിക്കുന്നിടത്ത് കൊണ്ടുപോയി വയ്ക്കുന്നു. ശേഷം നയന കിച്ചണിൽ നിന്ന് പോവുകയാണ്. ആ സമയം നവ്യ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവിടേക്ക് തന്നെ തിരിച്ചു വരുന്നു. നയന ഉണ്ടാക്കിയ പാലെടുത്ത് ഗ്ലാസ് മാറിയതറിയാതെ നവ്യ അതെടുത്തുകൊണ്ട് അബിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അബി, നിനക്ക് വേണ്ടിയേ ഞാൻ പാല് കാച്ചി കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഇത് കുടിക്കുകയെന്ന് നവ്യ പറയുമ്പോൾ എനിക്ക് വേണ്ട നവ്യ എന്ന് പറഞ്ഞിരിക്കുവാണ് അബി. എന്താ അബി ഇത്? പ്ലീസ്, നീ മൂഡ് ഔട്ടായി ഇരിക്കുവാ എന്ന് കരുതി ഞാൻ സമാധാനമായി ഇരിക്കാൻ വേണ്ടി പാല് കാച്ചിക്കൊണ്ടുവന്നതാ, എന്നിട്ട് നീ വേണ്ടാന്ന് പറയുന്നോ? പ്ലീസ് അബി, ഒന്ന് കുടിക്കുകയെന്ന് പറഞ്ഞ് നവ്യ നിർബന്ധിക്കുന്നുണ്ട്. കുടിച്ചില്ലെങ്കിലേ ഇവളുടെ ശല്യം സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് വാങ്ങി കുടിക്കുന്നതാ നല്ലത്. അങ്ങനെ മനസ്സിൽ പറഞ്ഞ് അബി അത് വാങ്ങി കുടിക്കുവാണ്. അബി പാല് വാങ്ങി കുടിക്കുന്നത് കണ്ട് നവ്യക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അബി, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാമേ. അങ്ങനെ പറഞ്ഞ നവ്യ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുവാണ്. സെർവന്റ് കിച്ചണിൽ വന്ന് നവ്യ പൊടി കലർത്തിയ പാലെടുത്ത് ഹാളിലേക്ക് പോവുകയാണ്. ആദർശിന്റെ അടുത്തേക്ക് ചെന്ന് ഇനി ഈ പാല് മോനൊന്ന് കുടിക്ക്, അമ്മ കൊടുത്തു വിട്ടതാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് വേണ്ട ചേച്ചിയെന്ന് ആദർശ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ല, അമ്മ ഇത് കൊടുക്കണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞതാണ്. അങ്ങനെ സെർവന്റ് മറുപടി കൊടുക്കുന്നുണ്ട്. അവസാനം ആദർശ് ഇങ്ങ് തായെന്ന് പറഞ്ഞ് ആ പാല് വാങ്ങി കുടിക്കുന്നു. അത് കുടിച്ചതിനു ശേഷം ആദർശ് ആകെ മാറി മുറിയിലേക്ക് ചെല്ലുവാണ്. നവ്യ പുതിയൊരു നൈറ്റി ഇട്ടുകൊണ്ട് അബിയുടെ അടുത്ത് വന്ന് അവനെ വിളിക്കുവാണ്. അബി, എന്നെ കാണാൻ ഇപ്പോൾ എങ്ങനെയുണ്ട്, ഒന്ന് നോക്കിക്കേ എന്ന് നവ്യ ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറയുവാണ് അബി. ഇവൻ എന്താ ഒരു ഭാവ വ്യത്യാസം ഇല്ലാത്തത് എന്നാലോചിച്ച് നവ്യ അബിയെ വിളിക്കുവാണ്. എന്താ നവ്യ ഇങ്ങനെ അബിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നേ? ഞാൻ വേറെ മൂഡിലിരിക്കുക, ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ അബി ചോദിക്കുവാണ്. ഇവിടെ നോക്കബി, നിന്റെ മൂഡൊക്കെ മാറ്റി നിന്നെ ഹാപ്പി ആക്കാനല്ലേ ഞാൻ ട്രൈ ചെയ്യുന്നേ. പക്ഷെ നീയാണെങ്കിൽ മൂഡ് ഔട്ടിൽ തന്നെ ഇരിക്കുന്നു. പാൽ ഇനിയും ഗ്ലാസ്സിൽ ബാക്കിയുണ്ട്, അത് ഫസ്റ്റ് നീ കുടിക്കബി. അങ്ങനെ നവ്യ പറഞ്ഞപ്പോൾ അബി അതെടുത്ത് മൊത്തം കുടിക്കുവാണ്. ഈ ബാക്കി പാലിലെ ആ വേരിന്റെ എസെൻസ് നിറയെ കലർന്നിട്ടുണ്ടാവും. ഇപ്പോൾ അബി എന്നെ തേടി എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നവ്യ സന്തോഷിച്ച് നിൽക്കുവാണ്. പക്ഷെ അബിയാണെങ്കിൽ പാല് കുടിച്ച് നന്നായി ഉറക്കം തൂങ്ങുന്നുണ്ട്. ചിലപ്പോൾ മരുന്ന് ഫലം കിട്ടാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും എന്നൊക്കെ കരുതി നവ്യ കണ്ണാടി നോക്കി പെർഫ്യൂം അടിക്കുവാണ്. ഇപ്പോൾ അബി എന്നെ സ്നേഹത്തോടെ വന്ന് കെട്ടിപ്പിടിക്കും. അങ്ങനെ മനസ്സിൽ പറഞ്ഞ നവ്യ തിരിഞ്ഞു നോക്കിയപ്പോൾ അബി മലർന്ന് കിടന്നുറങ്ങുവാണ്. ഇതെന്താ, ഇവൻ ഉറങ്ങിയല്ലോ,
അബി എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് നവ്യ അബിയെ തട്ടി വിളിക്കുന്നുണ്ട്. ഡോൺ ഡിസ്റ്റർബ് മീ എന്ന് പറഞ്ഞ് അബി ഉറങ്ങുന്നത് കണ്ട് ആകെ നിരാശയോടെ ഇരിക്കുവാണ് നവ്യ. അതേസമയം നയന മുല്ലപ്പൂവൊക്കെ വെച്ച് കണ്ണാടി നോക്കി റൂമിലിരിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ആദർശ് മുറിയിലേക്ക് കടന്നു വരുവാണ്. ആദർശേട്ടന് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ, ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാ നല്ലത്. അങ്ങനെ പറഞ്ഞ നയന കണ്ണാടി നോക്കി നിൽക്കുന്നുണ്ട്. ആദർശ് പിന്നാലെ വന്ന് നയനയെ കയറി പിടിച്ചപ്പോ നയന പേടിച്ച് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, എന്തോ പോലെ തോന്നുന്നു, എന്താന്നറിയില്ല എന്ന് പറഞ്ഞ് ആദർശ് നയനയുടെ അടുത്തേക്ക് വരുവാണ്. ആദർശേട്ടൻ അന്ന് സ്റ്റോർ റൂമിൽ വെച്ച് പറഞ്ഞതുപോലെ പറയുന്നുണ്ടല്ലോ. ഇപ്പോ ആദർശേട്ടൻ മൂഡ് ഔട്ടിൽ ഇരിക്കുന്നത് കണ്ട് ഞാൻ പാലൊക്കെ കാശി കൊടുത്തതല്ലേ, അതിനിടയിൽ എന്തായിരിക്കും ഏട്ടന് സംഭവിച്ചത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ നയന മനസ്സിൽ ആലോചിക്കുവാണ്. ശേഷം ആദർശിനോട് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു എന്ന് ആദർശ് പറയുന്നുണ്ട്. നിങ്ങൾ ശരിക്കും കുടിച്ചിട്ട് വന്നത് തന്നെയാ. അങ്ങനെ പറഞ്ഞ നയന ആദർശിന്റെ അടുത്ത് ചെന്ന് മദ്യം മണത്ത് നോക്കുവാണ്. അത് കണ്ട് ആദർശ് നയനയുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്തേക്ക് വരരുത് അങ്ങനെ നയന പറയുന്നുണ്ടെങ്കിലും ആദർശ് അവളുടെ മുടിയിൽ ചൂടിയ മുല്ലപ്പൂ പിടിച്ച് മണത്ത് നോക്കുവാണ്. ഈ മുല്ലപ്പൂവിന് നല്ല മണമുണ്ടല്ലോ എന്നൊക്കെ പറയുവാണ് ആദർശ്. ഇതെന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, സത്യം പറഞ്ഞു ആദർശേട്ടാ, നിങ്ങൾ കുടിച്ചിട്ടല്ലേ വന്നേ? അങ്ങനെ നയന ചോദിച്ചപ്പോ ആ കുടിച്ചിട്ടുണ്ട്, ഹാളിലിരുന്ന് പാല്, അതിന്റെ പേര് പാലെന്നല്ല, അത് അമൃതാണ്, അത് കുടിച്ചതിനു ശേഷം എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു എന്നൊക്കെ ആദർശ് മറുപടി കൊടുക്കുവാണ്. ഉടനെ നയന ആദർശിനെ മണത്ത് നോക്കി മദ്യപിച്ചിട്ടുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കുടിച്ചിട്ടൊന്നുമില്ലല്ലോ, സ്മെല്ലൊന്നുമില്ല. പിന്നെ എന്തായിരിക്കും ആദർശേട്ടന് പറ്റിയത്? നിങ്ങൾ കുടിച്ചിട്ടില്ലേ, എനിക്ക് മനസ്സിലായി എന്നൊക്കെ നയന പറയുന്നുണ്ട്. നീയാണ് സത്യം, ഞാൻ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആദർശ് നയനയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്യുവാണ്. എന്തിനാ സത്യം ചെയ്യുന്നതെന്ന് നയന ചോദിക്കുമ്പോ നീ എൻ്റെ വൈഫല്ലേ, അതുകൊണ്ടാണെന്ന് പറയുവാണ് ആദർശ്. വൈഫോ? എന്താ നിങ്ങൾ പറയുന്നത്? അങ്ങനെ നയന ചോദിക്കുമ്പോ അതെ, നീയല്ലേ എൻ്റെ ഭാര്യ എന്ന് ആദർശ് പറയുന്നുണ്ട്. അത് കേട്ടപ്പോ നയനക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. നീ എന്തു പറഞ്ഞാലും ഞാനത് കേൾക്കും, കാരണം ഞാൻ നിന്റെ ഭർത്താവാണ്, സത്യം ഞാൻ ഈ പറയുന്നേ. അങ്ങനെ നയനയുടെ തലയിൽ കൈവച്ച് ആദർശ് സത്യം ചെയ്യുന്നുണ്ട്. ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങളത് കേൾക്കോ? എനിക്കിത് ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്നാ നിങ്ങൾ ഈ കട്ടിലിന് മുകളിൽ കയറി നിൽക്ക്. അങ്ങനെ നയന പറഞ്ഞപ്പോ ആദർശ് കട്ടിലിൽ കയറി നിന്ന് ഡാൻസ് ചെയ്യുവാണ്. എന്താ ഇത്, നിങ്ങൾ അതിന് താഴെ ഇറങ്ങുന്നുണ്ടോ? അങ്ങനെ നയന പറയുമ്പോ ഇറങ്ങാൻ പറ്റില്ല, നീയും വായെന്നു പറഞ്ഞ് ആദർശ് നയനയുടെ കൈ പിടിച്ച് വലിക്കുവാണ്. പക്ഷേ നയന ആദർശിന്റെ കയ്യിൽ പിടിച്ച് താഴേക്ക് ഇറക്കുന്നു. നയനയുടെ തോളത്ത് കൈയിട്ട് നിൽക്കുവാണ് ആദർശ്. ആദർശേട്ടാ, എന്നെ വിടുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, നിങ്ങൾ കുടിച്ചിട്ട് തന്നെയാ വന്നേ. അങ്ങനെ നയന പറയുവാണ്. ഞാൻ കള്ളം പറയില്ല നയന, ഞാൻ പറഞ്ഞതല്ലേ അമൃത കുടിച്ചേന്ന്. അങ്ങനെ ആദർശ് പറയുമ്പോ നിങ്ങൾ എൻ്റെ ദേഹത്ത് നിന്ന് കൈ എടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് നയന ആദർശിന്റെ കൈയെടുത്ത് മാറ്റുവാണ്. പെട്ടെന്ന് ആദർശ് ബെഡിലേക്ക് വീഴാൻ പോയപ്പോ നയന ഓടിപ്പോയി ആദർശിനെ പിടിക്കുവാണ്. നയനയെ പിടിച്ച് കണ്ണിലേക്ക് തന്നെ ആദർശ് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്തിനാ നിങ്ങളിങ്ങനെ നോക്കുന്നേ? എനിക്ക് പേടിയാവുന്നുണ്ട്, എന്നെ വിടുകയെന്ന് നയന പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുവാണ്. പെട്ടെന്ന് ആദർശ് നയനയുടെ സാരിത്തുമ്പ് പിടിച്ച് വലിച്ചുകൊണ്ട് അവളെ പോകാൻ അനുവദിച്ചില്ല. ഇതൊന്നും ശരിയല്ല ആദർശേട്ടാ, വിടുകയെന്ന് പറഞ്ഞ് നയന പോകുമ്പോ എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് ആദർശ് നയനയെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തുവാണ്. ആദർശേട്ടാ, പറയുന്നത് കേൾക്ക്, എന്നെ വിട് എന്ന് പറഞ്ഞ് നയന ഉറക്കെ മുത്തശ്ശിയെയും മുത്തശ്ശനെയും അപ്പച്ചിയൊക്കെ വിളിക്കുവാണ്. ആദർശ് ചെന്ന് നയനയുടെ വാ പൊത്തിപ്പിടിച്ച് ഈ സമയത്ത് എന്തിനാ അവരെയൊക്കെ വിളിക്കുന്നേ? അവരൊക്കെ നമുക്ക് ഡിസ്റ്റർബൻസ് ആകും എന്നൊക്കെ പറയുന്നുണ്ട്. ഡിസ്റ്റർബൻസോ? അതിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? അങ്ങനെ നയന ചോദിച്ചപ്പോ നമ്മൾ രണ്ടുപേരും ഇനി രണ്ടാളല്ല, ഇനി ഒന്നാണ്. അങ്ങനെ ആദർശ് മറുപടി കൊടുക്കുന്നു. അതൊന്നും വേണ്ട ആദർശേട്ടാ, നിങ്ങളായി തന്നെ ഇരുന്നോ, ഞാനായി ഇരുന്നോളാം. അങ്ങനെ നയന പറയുമ്പോ നോവേ, നമ്മൾ രണ്ടുപേരും ഒന്നാവുമെന്ന് പറയുവാണ് ആദർശ്. അതെങ്ങനെ നടക്കുമെന്ന് നയന ചോദിക്കുമ്പോ ആദർശ് അവളെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിടുവാണ്. ശേഷം നയനയുടെ അടുത്ത് ചെന്ന് കിടക്കുന്നു. അവളെ നോക്കിക്കൊണ്ട് നീ ഇങ്ങനെ തെന്നി മാറിപ്പോയാ ഞാൻ പറഞ്ഞതെങ്ങനെ ശരിയാവും? അങ്ങനെ ആദർശ് ചോദിക്കുവാണ്. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിടാൻ പറയുവാണ് നയന. നിനക്ക് പേടിയാണോ? പക്ഷേ എനിക്ക് നല്ല സന്തോഷാണ് എന്നൊക്കെ പറഞ്ഞ് നയനയെ കിസ് ചെയ്യാനായി ആദർശ് ചെല്ലുന്നുണ്ട്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നിങ്ങൾ എന്തിനാ വില്ലന്മാരെ പോലെ എന്നോട് പെരുമാറുന്നത്? അങ്ങനെ നയന ചോദിക്കുമ്പോ താലി കെട്ടിയ ഭർത്താവിനെ ഏതെങ്കിലും ഭാര്യ വില്ലൻ എന്ന് പറയോ? എല്ലാ പെൺകുട്ടികൾക്കും ഭർത്താവേ
അവളുടെ ഹീറോ ആയിരിക്കും, അല്ലാതെ വില്ലനൊന്നുമല്ല. മനസ്സിലായോ നിനക്ക്? അങ്ങനെ ആദർശ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പോയി ഉറങ്ങാൻ നോക്ക്, ഇല്ലെങ്കിലേ ഞാൻ തറയിൽ പോയി കിടക്കും. അങ്ങനെ പറഞ്ഞ് നയന കട്ടിലിൽ നിന്ന് പോകാൻ നോക്കുവാണ്. പക്ഷെ ആദർശ് നിന്നെ വിടില്ല എന്ന് പറഞ്ഞ് നയനയുടെ കയ്യിൽ പിടിച്ച് വലിക്കുവാണ്. നീ തറയിൽ കിടക്കണ്ട, എന്റെ കൂടെ ബെഡിൽ കിടന്നാ മതി നീ. അങ്ങനെ പറഞ്ഞ ആദർശ് നയനെ കെട്ടിപ്പിടിച്ച് ബെഡിൽ കിടന്നുറങ്ങുവാണ്. നിങ്ങൾക്കിത് എന്താ പറ്റിയെന്ന് ചോദിച്ച് നയനെ വിളിച്ചെങ്കിലും ആദർശ് ഉണർന്നില്ല. തന്നെ മുറുകെ പിടിച്ച് കിടക്കുന്ന ആദർശിനെ കണ്ടപ്പോ നയനക്ക് സന്തോഷാവുകയാണ്. ആദർശ് ഉറങ്ങുന്നത് നോക്കിക്കൊണ്ട് അവന്റെ തലയിൽ തലോടിക്കൊണ്ടിരിക്കുവാണ് നയന.